സിനിമ കണ്ടവരാരും രശ്മിക മന്ദാനയെ മറക്കില്ല. എന്തൊരു അഭിനയം, എന്തൊരു നൃത്തം. ഇപ്പോഴിതാ അമ്പരപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ്. ഷൂട്ടിങ്ങിനിടെ രശ്മികയ്ക്ക് ഗുരുതര പരിക്കെന്ന്. സംഭവം എന്താണെന്ന് നോക്കാം. നൃത്തം ചെയ്യുന്നതിനിടെ ഒറ്റ വീഴ്ച. ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള നടി രശ്മിക മന്ദാനയ്ക്ക് ഗുരുതര പരിക്ക്. 6 ആഴ്ചത്തെ പൂർണ്ണ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അപകടം നടന്നത് ഏത് സിനിമയുടെ സെറ്റിൽ? രണബാലിയിലോ മൈസയിലോ? ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമസ്കാരം. പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് നടി രശ്മിക മന്ദാനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു നൃത്ത ആക്ഷൻ രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഷൂട്ടിനിടെ രശ്മിക വീഴുകയും ഇടുപ്പിന്റെ ഭാഗത്തെ ടെൻഡണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന വിവരം. സംഭവത്തിന് പിന്നാലെ രശ്മികയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ 6 ആഴ്ചത്തെ പൂർണ്ണ വിശ്രമവും തുടർന്ന് പ്രത്യേക റീഹാബിലിറ്റേഷനും നിർദ്ദേശിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ഈ പരിക്ക് സാധാരണയുള്ളതല്ലെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. കായിക താരങ്ങൾക്കും വളരെ കഠിനമായ ശാരീരിക പരിശീലനം നടത്തുന്നവർക്കുമാണ് ഇത്തരത്തിലുള്ള പരിക്കുകൾ കൂടുതലായി സംഭവിക്കാറുള്ളത്. അതേസമയം ആരാധകരുടെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരുന്ന ചോദ്യം മറ്റൊന്നാണ്. ഈ അപകടം നടന്നത് ഏത് സിനിമയുടെ സെറ്റിലാണ്? രശ്മിക ഇപ്പോൾ ഒരേസമയം 2 വലിയ സിനിമകളുടെ ചിത്രീകരണത്തിലാണ്. വിജയ് ദേവരകൊണ്ടയ്ക്കൊപ്പമുള്ള പീരിയഡ് ആക്ഷൻ ചിത്രമായ രണബാലിയും നവാഗതനായ രവീന്ദ്ര പുല്ല് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ മൈസയുമാണ് അവ. എന്നാൽ അപകടം രണബാലിയുടെ സെറ്റിലാണോ മൈസയുടെ സെറ്റിലാണോ എന്ന കാര്യം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. വിവിധ മാധ്യമങ്ങളും ഇതേ കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപകടത്തെ തുടർന്ന് ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചതായും രശ്മിക പൂർണ്ണമായി സുഖം പ്രാപിച്ച ശേഷമേ ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയുള്ളൂവെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ രശ്മികയുടെ ആരാധകരും സിനിമാലോകവും താരത്തിന് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നാണ് ആശംസിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളും നൃത്തരംഗങ്ങളും കൂടുതൽ യാഥാർത്ഥ്യത്തോടെ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുന്ന നടിയാണ് രശ്മിക. അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള കഠിനമായ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മറ്റൊരു പ്രധാന കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇതുവരെ രശ്മിക മന്ദാന ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതുപോലെ തന്നെ അപകടം നടന്ന സിനിമയുടെ പേരും നിർമ്മാതാക്കളോ അണിയറ പ്രവർത്തകരോ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല അഭ്യൂഹങ്ങളും ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളല്ല. രശ്മികയുടെ ആരോഗ്യനിലയെക്കുറിച്ചും ഷൂട്ടിംഗ് എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അത് നിങ്ങളെ അറിയിക്കാം. രശ്മിക മന്ദാന എത്രയും വേഗം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചെത്തട്ടെയെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.